In the name of God, the most merciful, the most beneficent. Honorable Governor of Karnataka, other dignitaries in the dais, my friends, brothers and sisters, ആദരണീയനായ എൻ്റെ സുഹൃത്തും സഹോദരനുമായ, സഹോദരൻ എന്ന് പറഞ്ഞത് വെറുതെ ഒരു പൊള്ളവാക്കായിട്ട് പറയില്ല, ഞങ്ങൾ ആത്മാർത്ഥ സുഹൃത്തുക്കളും സഹോദരന്മാരുമാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശേട്ടൻ അവർ. ഞങ്ങളുടെ ബന്ധം വളരെ കൊല്ലങ്ങളോളമായിട്ടുള്ള സ്നേഹവും സാഹോദര്യവും വെച്ച് പുലർത്തുന്നവരാണ്. ബഹുമാനപ്പെട്ട നടേശേട്ടൻ, മറ്റു വേദിയിൽ ഉപവിഷ്ടരായ ബഹുമാനപ്പെട്ട സ്വാമിജി, മിസ്റ്റർ ടോണി തോമസ്, നിസാൻ മോട്ടേഴ്സ്, ശ്രീ കെ ജി ബാബുരാജ്, ചെയർമാൻ ആൻഡ് MD GLK, ബഹുമാനപ്പെട്ട സ്വാമിജി മുരളീധരൻ, ബ്രഹ്മശ്രീ വിഷ്ണു ദർശന സ്വാമികൾ, അതർ ഡിഗ്നിറ്ററീസ്. ഞാൻ ആദ്യം തന്നെ ഇവിടെ കാണുന്നത്, ആരിൽ നിന്നും നന്ദി പ്രതീക്ഷിക്കാതെ കർത്തവ്യം അനുഷ്ഠിക്കുന്നവനാകുന്നു ഒരു ശ്രേഷ്ഠൻ. അതാണ് സ്വാമിജി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരെൻ്റെ സുഖത്തിനായി വരണമെന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രശസ്തമായ വചനം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി തിരുമേനി ഇത് തന്നെയാണ് ഉദ്ഘോഷിച്ചത്. നീ നിൻ്റെ ആത്മസുഖത്തിനു വേണ്ടി നേടുന്നതിൻ്റെ ഒരു ഭാഗം പാവപ്പെട്ടവർക്ക് നൽകണം എന്നാണ് ഞങ്ങളെ പ്രവാചകനും ഖുർആനും പഠിപ്പിച്ചിട്ടുള്ളത്. ജീവിതം കൊണ്ട് നാം നേടുന്ന സമ്പത്തിൻ്റെ ഒരു ഭാഗം സക്കാത്തായി സമൂഹത്തിന് തിരിച്ചു നൽകണമെന്ന് ഇസ്ലാമിൻ്റെ നിയമമാണ്. 100 രൂപ ലാഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ 2.5% പാവപ്പെട്ടവർക്ക് കൊടുക്കണം. ശ്രീനാരായണ ഗുരു തൻ്റെ ജീവിതത്തിൻ്റെ ഉടനീളം തൻ്റെ അനുയായികളോട് ഉപദേശിച്ചതും ഈ ദർശനങ്ങളാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്. ഇസ്ലാമിൻ്റെ ഏകദൈവ വിശ്വാസത്തെ ഇതിലും മനോഹരമായി മറ്റാരും വ്യാഖ്യാനിച്ചിട്ടില്ല. അനുകമ്പാ ദശകത്തിൽ ശ്രീനാരായണ ഗുരുവിനെയും മുഹമ്മദ് നബിയെയും താരതമ്യം ചെയ്യുന്ന ശ്ലോകങ്ങളുണ്ട്. ദൈവദശകം പോലെ സത്യപാരായണത്തിന് പ്രസക്തിയുള്ള കൃതിയാണ് അനുകമ്പാ ദശകം. ഇതിലെ ശ്ലോകം തുടങ്ങുന്നത് തന്നെ ഒരു ഉറുമ്പിനെയും വേദനിപ്പിക്കാതെയുള്ള ജീവിതം, എപ്പോഴും അനുകമ്പ, ഈ ചിന്തകൾക്ക് ഇപ്പോഴും ശരീരത്തിലുണ്ടാകണമെന്നാണ്. പരമാർത്ഥം വിശദീകരിച്ച് സംസാരിക്കുന്ന സത്യമോ, പാവപ്പെട്ടവരോട് ദയയും ക്ഷമയുമുള്ള കടലോ, അതുപോലെ ലളിതമായ കാര്യങ്ങൾ പറയുന്ന ഗുരുവോ ആരാണ് ഈ അനുകമ്പയുള്ളവൻ? പുരുഷാകൃതി പൂണ്ട ദൈവമോ, നരദിവ്യഖ്യാതി പൂണ്ട ധർമ്മമോ, പരമേശ പവിത്രപുത്രനോ, കരുണവാൻ നബി മുത്തുരത്നമോ എന്നാണ് ശ്രീനാരായണ ഗുരു ഞങ്ങളുടെ പ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. മനുഷ്യരൂപം കൈവരിച്ച ദൈവമോ, മനുഷ്യനായി അവതരിച്ച ധർമ്മമോ, പരമേശ്വരൻ്റെ മകനോ, കാരുണ്യവാനായ മുത്തുരത്നമായ മുഹമ്മദ് നബിയോ ആരാണ് ഗുരു എന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത്. മറ്റുള്ളവരുടെ അനുകമ്പയോടും ദയയോടും ക്ഷമയോടും കൂടി പെരുമാറുന്നവനും ഒരു നോക്കുകൊണ്ടോ ഒരു വാക്കുകൊണ്ടോ തങ്ങളുടെ പ്രവൃത്തി കൊണ്ടോ ഒരാളെയും വേദനിപ്പിക്കാതെയുള്ള ഒരു ജീവിതം ജീവിച്ച് തീർക്കാനായി ശ്രീനാരായണ ഗുരുവും മുഹമ്മദ് നബിയും ഒരുമിച്ച് ആഹ്വാനം ചെയ്യുകയാണ്. എൻ്റെ നാട്ടികയിൽ നിന്ന് വന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെയുണ്ടെന്ന് എനിക്കറിയാം. എല്ലാവരോടും ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ. ഞാൻ ശ്രീനാരായണീയരുടെ ഒരു താവളത്തിൽ തന്നെയാണ് ഞാനും താമസിക്കുന്നത്. എൻ്റെ നാട്ടികയിൽ ആദ്യമായി ശ്രീനാരായണ കോളേജ് സ്ഥാപിച്ചു. നാട്ടികയിൽ ഒരുപാട് പരിപാടികളിൽ എൻ്റെ സുഹൃത്തും സഹോദരനുമായ നടേശേട്ടനും ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുക്കുകയുണ്ടായി. ആയതുകൊണ്ട് ശ്രീനാരായണീയരുമായിട്ട് എനിക്ക് വളരെ ബന്ധവും അടുപ്പവും സ്നേഹവും ആദരവുമുണ്ട്. ഈ ഓഡിറ്റോറിയത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പല തവണകളിലായി ഞാൻ 5.5 കോടി രൂപയോളം എന്നാണ് എൻ്റെ ഓർമ്മ, തെറ്റുണ്ടെങ്കിൽ തിരുത്തണം, ഞാൻ സംഭാവന ചെയ്തിട്ടുണ്ട്. എന്നിട്ടും നടേശേട്ടൻ പറഞ്ഞു, ജോലി സാറേ ഇതെങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തത് കൂടാതെ ഇപ്രാവശ്യവും
ഞാൻ 2 കോടി രൂപ കൂടി കൊടുത്തുകൊണ്ട് ഇത് അവസാനിപ്പിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. വളരെ നല്ല നിലയിൽ തന്നെ അവസാനിപ്പിക്കണം. അപ്പോൾ ആയതുകൊണ്ട് ഇനി ധനേശേട്ടൻ എന്നോട് പറയേണ്ടി വരില്ല എന്നതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഇത് തന്നെ പറഞ്ഞത്. നിങ്ങൾക്കെല്ലാവർക്കും ദൈവം നല്ലത് വരുത്തട്ടെ. ഐ ആം വെരി ഹാപ്പി ടു മീറ്റ് ഹിസ് എക്സലൻസി ദ ഗവർണർ ഓഫ് കർണാടക, because I explained him that I stayed 4 years in Ahmedabad, a great city and a great state. Thank you very much.